ഹലോ ഗെയ്സ്, അപ്പോൾ ഞാനിന്ന് നോമ്പ് മുറിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇവള് ഹിന്ദു അല്ലേ, ഇവൾക്ക് നോമ്പുണ്ടോയെന്ന്. കാരണം ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നീ ഹിന്ദു അല്ലേ, പിന്നെ എന്തിനാ നോമ്പ് പിടിക്കുന്നത്, ആൾക്കാരെ കാണിക്കാനാണോ എന്നൊക്കെ ചോദിക്കാനുണ്ട്. പക്ഷേ എനിക്ക് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഞാൻ കഴിഞ്ഞ വർഷവും നോമ്പ് പിടിച്ചായിരുന്നു. കുറച്ച് ദിവസമേ കഴിഞ്ഞ വർഷം എനിക്ക് നോമ്പ് കിട്ടിയിട്ടുള്ളൂ. അപ്പം തന്നെ വിചാരിച്ചു ഈ വർഷം എനിക്ക് നോമ്പ് പിടിക്കണമെന്ന്. അപ്പം ഞാൻ മുറിച്ചു. നോമ്പ് മുറിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയുടെ കാര്യം ഓർത്തത്. അപ്പം ഇന്ന് നോമ്പ് മുറിക്കാനായിട്ട് ഒരു മിൽക്ക് ഷേക്ക് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്തോ, ഒരു പാലും ഈത്തപ്പഴവും ഇട്ടിട്ട് ഒരു മിൽക്ക് ഷേക്കും, പിന്നെ അതുപോലെ ഈത്തപ്പഴം ഞാൻ കഴിച്ചായിരുന്നു. നോമ്പ് മുറിച്ചു. ബാങ്ക് വിളി കേട്ടപ്പോൾ തന്നെ ഞാൻ നോമ്പ് മുറിച്ചു. അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ നോമ്പ് പിടിക്കുന്നത്? ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. ആ സമയത്ത് ഞാനായിട്ട് നേർന്നതാണ് ഇവിടെ നോമ്പൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് നോമ്പ് പിടിക്കണം, അല്ലെ നോമ്പ് പിടിക്കും. പിന്നെ ഇവിടെ എനിക്ക് വിഷമങ്ങൾ, ഒറ്റപ്പെടലൊക്കെ തോന്നുമ്പോൾ ഞാനിവിടെ അടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് മൈൻഡല്ല, പോസിറ്റീവ് വൈബാണ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു ആശ്വാസമാണ് ആ പള്ളിയിൽ പോയിരിക്കണം. എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ആ പള്ളിയിലാണ് പോയിരിക്കണം. പിന്നെ എൻ്റെ മുഖത്തിനൊരു കടുപ്പം പോലെ ഉണ്ട്. അത് ഞാൻ ഡ്യൂട്ടി ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ഉറങ്ങിയതിൻ്റെ ക്ഷീണമാണ് ഈ മുഖത്ത് കാണുന്നത്. ഉറങ്ങിക്കൂടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. ഇനിയിപ്പം നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. ഇനി കുളിച്ച് ഫ്രഷായിട്ട് ഡ്യൂട്ടിക്ക് പോവും. അപ്പോൾ ഹിന്ദുവോ മുസ്ലിമോ എന്നൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും ഇവിടെ നോമ്പെടുത്ത് ഫുഡ് കഴിക്കാതെ അവർ പ്രാർത്ഥനയോട് കൂടിയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ മാത്രം ഫുഡ് കഴിക്കുന്നത് എനിക്കത് ശരിയായതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. എനിക്ക് അങ്ങനെ തോന്നാത്തത് കൊണ്ടാണ് ഞാൻ നോമ്പ് പിടിക്കുന്നത്. അതുമാത്രമല്ല, എനിക്ക് എൻ്റെ ഒരു വിശ്വാസവും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ ഇതുപോലെ നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ദൈവം അനുഗ്രഹിച്ച് ഈ വർഷവും എനിക്ക് എടുക്കാൻ ഭാഗ്യം കിട്ടി. നല്ലതായിട്ട് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും നോമ്പ് പിടിക്കുന്ന നോമ്പ് പിടിക്കുന്നവർ എന്തൊക്കെ ഫുഡാണ് നിങ്ങൾ നോമ്പ് മുറിക്കുന്ന കഴിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞതിനോട് ആരൊക്കെ യോജിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഇത് എൻ്റെ ഇഷ്ടമാണ്. നോമ്പെടുക്കുന്നതും ഒക്കെ എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ രണ്ടാമത് എൻ്റെ വീഡിയോ ഒന്നും കാണാൻ ആരുമില്ല. അപ്പോൾ കൂടിപ്പോയാൽ 10-40 പേരൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. എനിക്ക് കൂടുതൽ സംസാരിക്കാനും വീഡിയോ എടുക്കാനൊന്നും എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. അടുത്തടുത്ത് പഠിച്ച് വരണതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വീഡിയോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.